ഇതെങ്ങനെയുണ്ടായി സ്പീഡ് വേ? അടിപൊളി പറഞ്ഞില്ലേ, എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം എല്ലാവരും. എക്സ്പീരിയൻസ് സ്പീഡ് വേ. ഹലോ ബഡീസ്, വെൽക്കം ബാക്ക് ടു ഫ്രാച്ചർ വ്ളോഗ്സ്. നമ്മ ഇന്നില്ലേ ഒരു കിടിലൻ ഇത് പ്ലാൻ ചെയ്തേക്കാണ്. എവിടെ പോകണമെന്ന് വെച്ചാൽ സ്പീഡ് വേയില്ലേ, ഗോകാട്ടി, അവിടെ പോകാൻ പ്ലാൻ ചെയ്തേക്കാണ്. അപ്പോൾ അതേ ബാലിനൊക്കെ വന്നിപ്പുണ്ട്. ദേ സച്ചതേ പോകാൻ വേണ്ടി ഉഷാറായിട്ടേക്കണേ. സച്ച വിട്ടാല സച്ച പോയാലോ? പോണോ എനിക്ക് പോണ്ടേ? പോവാലേ? അപ്പോൾ ഓക്കെ ബഡീസ്, അവിടെ വെച്ച് കാണാം. അപ്പോൾ ബഡീസ് അങ്ങനെ നമ്മുടെ സ്പീഡ് വേയിൽ എത്തിയിട്ടുണ്ട്. സാശയൊക്കെ ഫുൾ ഓൺ ആയിട്ടിരിക്കണേ. സ്പോട്ട് ഏകദേശം മനസ്സിലായി സാശക്ക്. ബഡീസ് നമ്മുടെ ഏരിയ അങ്ങോട്ട് അകത്തോട്ട് കയറണാണ്. ഇവിടെയൊക്കെ മൊത്തം തെങ്ങ് കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ അറ്റത്താണ് ഇവിടെ കണ്ട, അവിടെയാണ് പാർക്കിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ബഡീസ് നമ്മുടെ സ്പീഡ് വേ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ സാശേനെ നമ്മൾ ഇറക്കാൻ നിൽക്കണേണ്. നമ്മളിപ്പോൾ എത്തിയുള്ളൂ, എത്തി ഒരു 4:30 സാശ വെയിറ്റ് ഇപ്പോഴാണ് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കണേണ് ട്രാക്കിൽ ഇറങ്ങാനായിട്ട്. പക്ഷേ ഇവിടെ ട്രാക്കിൽ ഇറക്കാൻ പറ്റൂല. നമ്മ ഇതേ ബാബാ വന്നോ, നിനക്ക് ഇങ്ങോട്ട് വാ. അല്ലാ എന്നൊക്കെ വാടി വന്നണ്ട പോണ്ടേ. അങ്ങോട്ടേക്ക് പൂച്ചേനെ കണ്ടപ്പോൾ കിളി പോയ അവളുടെ വാടി. ഇപ്പം കടി കിട്ടിയാനെ. വെയിറ്റ് കം. ബഡീസ് ദേവതേ ഇവളെ നമ്മൾ പൊക്കത്താണ് നിർത്താൻ പോകണം. എന്താ വെച്ചാൽ അങ്ങോട്ട് ട്രാക്കിലോട്ട് ഇറക്കാൻ പറ്റൂല, അവിടെ വേറെ കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പൊക്കത്ത് ഇവിടെ വിസിറ്റേഴ്സിന് ഇരിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്, അവിടെ നിർത്താൻ പോകണം. എടി വലിക്കല്ലേ കബൂർ എടുക്കല്ലേ. വെയിറ്റ് തെന്നൂട്ടാ അല്ല പൊക്കത്തോട്ടോ. ഗോ കം. ബഡീസ് നമുക്കിവിടെ ഇരിക്കാൻ ഉള്ള സ്പോട്ടുണ്ട്. വിശാലമായിട്ട് ഓടി നടക്കാനുള്ള സ്പോട്ടുണ്ട്. പക്ഷേ ഇവിടെ അയച്ചു വിടാൻ പോണേ ബഡീസ്. അങ്ങനത്തെ ഇതാണ് സ്പീഡ് വേയുടെ ട്രാക്ക്. എങ്ങനെയുണ്ടെന്ന് നോക്കി. പൊളിയല്ലേ ബാല, പൊളിയല്ലേ? ഇതേ പറക്കണേന്ന് പിള്ളേര്. പൊളി ചെയ്യൂ. ഇതുപോലെ പോകാൻ പറ്റുമോ? കിളി പോകുന്നു തോന്നുന്നുണ്ട്. ബലാണ്ടി ശശിത് എന്താണ് ഓർഡർ ചെയ്യാൻ നോക്കണേ. ഞങ്ങളിപ്പോൾ അതേ ട്രാക്കിലോട്ട് ഇറങ്ങാൻ പോണേ. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഇവിടെ നിർത്തിയിട്ട് സാച്ചാ ഞങ്ങൾ അടിയിലോട്ട് പോയിട്ട് വരാം, നീ ഇവിടെ ഇത്തിരി അഞ്ചില്ലേ, ഇവിടെ നിന്ന് വാച്ചിട്ടാൽ മതി കേട്ടോ. ടാറ്റാ, പോയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ഇതാണ് ട്രാക്ക്. പൊളി ചിത്തപ്പൊളി, ഫുൾ ഓൺ ഫുൾ പവർ. ബഡീസ് നമ്മുടെ ക്ലിൻസ് പ്രോ അപ്പോൾ സ്പീഡ് വേ തൃശ്ശൂരിൻ്റെ എല്ലാ കാര്യവും പറഞ്ഞുതരും. ബഡി ഒന്ന് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന്. നമുക്കിവിടെ വരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ട്രാക്കാണ് വരുന്നത്. ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ട്രാക്ക് എലിവേറ്റിംഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാങ്കിങ്ങും എല്ലാം ടേൺസും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ സ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടാവും. പിന്നെ റേറ്റ് വരുന്നത് 10 laps 500, 20 laps 700, 50 laps 1500 വരുന്നത്. നമുക്ക് 13 വയസ്സ് മുകളിൽ തൊട്ട് പിള്ളേർക്ക് എല്ലാവർക്കും ഓടിക്കാം. ഈ ഒരു ടൈറ്റ് എപ്പോഴും അതിനുണ്ടാവുമല്ലേ? മറിയെല്ലാം ചെയ്യോ? ഇത് മറിയൊന്നുമില്ല, നല്ല രീതിയിൽ സ്പീഡിൽ എങ്ങനെ സ്പീഡിൽ പോയാലും വണ്ടി മറിയില്ല. എത്ര ആളായി അപ്പൊ തൃശ്ശൂർ തുടങ്ങി? ഒരു 3 year ആവാറായി സെപ്റ്റംബറിലേക്ക്. ഓക്കെ. നമ്മൾ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്പീഡ് വേ തൃശ്ശൂർ എന്നുള്ള പേജ് ഫോളോ ചെയ്താൽ നമ്മൾ കോമ്പറ്റീഷനും എൻ്റെ ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആർക്കും വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമായിരിക്കും, റേസിന് പങ്കെടുക്കാനും പിന്നെ അങ്ങനെ കയറി പോകാനും പറ്റും. ഓക്കെ, താങ്ക്സ്. ഓക്കെ. അപ്പോൾ ബഡീസ് ഇതാണ് ബ്രീഫിംഗ് റൂം. ട്രാക്കിന് ഇറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു സ്കെച്ച് പോലെ ഇത് ചെയ്യണത്. ബ്രേക്കും ആക്സിലേറ്ററും ഇതൊക്കെയാണ് സംഭവം കാര്യങ്ങളും. പിന്നെ ഇതാണ് നമ്മുടെ ട്രാക്ക്. സംഭവം സെറ്റാണ്. ഇതാണ് നമ്മുടെ
ബഗ്ഗീസിൻ്റെ ടയർ, ഇത് ഫ്രഷ് ടയറാണ്. വേണ്ട നമ്മുടെ MRF ആണ് സംഭവം സെറ്റ് ചെയ്യണം. ഇതൊക്കെ ആ നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം സീനില്ലാത്ത വെയിറ്റ് ഉണ്ട്. മീൻസ് ഈ ഒരു സൈസിലെ ടയറിൻ്റെ വെയിറ്റ് ഉണ്ട്. സംഭവം ട്രാക്ക് ടയറാണ്. ട്രാക്ക് ടയേഴ്സിന് ഇങ്ങനെ ഈ സാധനം ഉണ്ടാവില്ലേ, മാർക്കിങ്ങും കാര്യങ്ങളും. അപ്പോൾ ബഡീസ് ഇവിടെ വരുമ്പോൾ മെയിനായിട്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഒരു ഹെൽമെറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ വേറെ ഹെൽമെറ്റ് ഞാൻ കാണിച്ചു തരാം. ബഡീസ് ഇതൊക്കെയാണ് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ കയ്യിൽ വേറൊരു ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതൊരു ബെറ്റർ ആയിരിക്കും. പിന്നെ ഗ്ലൗസ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കൈ പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മെയിനായിട്ട് ഗ്ലൗസ് കൊണ്ടുവരാൻ നോക്കുക. പിന്നെ ബഡീസ് ഈ ഒരു ഹെൽമെറ്റ് ലോക്കായി. പിന്നെ ബഡീസ് ഈ ഹെൽമെറ്റ് വെക്കുമ്പോൾ നമുക്ക് ഹെയർ ക്യാപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് നമുക്കിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ആക്കി വളരെ തുറയാണല്ലോ. ഇത് ജസ്റ്റ് ഓപ്പൺ ആക്കുക, ഇങ്ങനെ എടുത്ത് തലയിൽ വെക്കുക, എന്നിട്ട് നമ്മൾ ഹെൽമെറ്റും വെക്കും. അപ്പോൾ നിങ്ങൾ വേറൊരു ഹെൽമെറ്റ് കൊണ്ടുതന്നെയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഓക്കെ. ലെഫ്റ്റ് ബ്രേക്ക് രണ്ടും ഒരുമിച്ച് പ്രസ് ചെയ്യാൻ പാടില്ല. എല്ലാ ടേൺസിലും ബ്രേക്ക് ഇത് സ്ലോ ആക്കിയിരിക്കും. ബ്ലാക്ക് എക്സോസ്റ്റ് ചൂടുണ്ടാവും, കൈ കൊള്ളാണ്ട് നോക്കുക. രണ്ടും ഒരുമിച്ച് പ്രസ് ചെയ്യാൻ പാടില്ല. ഡിസ്റ്റൻസിട്ട് പൊക്കോളും. കൂട്ടിടിച്ച് കാട്ടിൽ കംപ്ലൈൻ്റ് ആയി ഫൈൻ വരും. കാത്ത് കയറുമ്പോൾ ഫ്രെയിമിന് ചവിട്ടി കയറും. ഇവിടെ ചവിട്ടി കയറിക്കോളും. ഇവിടെ ചവിട്ടി കയറി ഇരിക്കുമ്പോൾ ലോക്കും. ഓക്കെ. അപ്പോൾ ബഡീസ് ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കഴിഞ്ഞത് ഞങ്ങൾ വയ്യേ റൈഡ് തുടങ്ങി. അപ്പോൾ സംഭവം പൊളിച്ചുകൊണ്ടിരിക്കണേണ്. ബാലനൊക്കെ ആദ്യമേ പോയി. ഞാൻ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ ചെറിയൊരു നല്ല ലാഗ് കിട്ടിക്കൊണ്ടിരിക്കണേ. ഓടിക്കാൻ നല്ല ടഫുണ്ട്. ടഫെന്ന് വെച്ചാൽ ക്യാമറ പിടിച്ച് ഓടിക്കാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ മറ്റേ ഇതുള്ളതുകൊണ്ട് അതിൻ്റെ ചെറിയ ലാഗ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഇങ്ങനെ പയ്യെ ഓടിച്ചു തന്നെയാണ്. ഒക്കെ നല്ലതേ നല്ല നോക്കിക്കൊണ്ടിരിക്കണേ. ഈ ഇതിന് ചെറിയ സ്റ്റിയറിങ്ങിന് ചെറിയ ടൈറ്റൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഓർക്കും മറിയുമെന്ന്. പക്ഷേ മറിയുമൊന്നുമില്ല. എന്ത് തെറ്റിട്ടാണ് ഓടിക്കാൻ പറ്റുക. ഞാൻ ക്യാമറ പിടിച്ചേക്കണോണ്ട് ചെറിയൊരു ടാസ്ക് ഉണ്ട് ഓടിക്കാനായിട്ട്. വേറെ സീനൊന്നുമില്ല. പിന്നെ അതെ ബാലിനൊക്കെ ആദ്യമേ അവനോടൊക്കെ നിൽക്കാൻ പറഞ്ഞിട്ട് നിന്ന് പോലുമില്ല. ബാലിന് പിയും പറത്തിക്കൊണ്ടിരിക്കണേ. കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ക്രൈസാണ്. പിന്നെ ക്യാമറ ഒന്ന് മാറ്റി വെച്ച് ഞാൻ പരിപാടി തുടങ്ങിക്കൊണ്ടിരിക്കണേ. നമുക്ക് ക്യാമറ അവിടെ നിന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ടാസ്ക്കാണ്. അതുകൊണ്ട് ക്യാമറ മാറ്റി വെച്ച് ഞാൻ റൈഡ് തുടങ്ങിയപ്പോൾ കൊള്ളാം. നമുക്ക് റൈഡ് ചെയ്യാൻ വേണ്ടി അത് വ്ളോഗും കൂടി അതിൻ്റെ ഇടയിൽ ഒന്ന് എടുക്കുന്നതുകൊണ്ടേ ചെറിയൊരു ലാഗ് കിട്ടി എനിക്ക് തുടക്കം. ഇപ്പോൾ സെറ്റായി. ബാലിൻ്റെ പുറകെ ടീവിൻ്റെ പുറകെ ഞാൻ വെച്ച് പിടിക്കുന്നുണ്ട്. ഒന്നും പറഞ്ഞോണം കേട്ടോ വ്യൂ. പിന്നെ ഇവിടെ നിന്ന് ഇപ്പം ഞാൻ ക്യാമറ ഓക്കെ. ബഡീസ് നമ്മുടെ ബാലൻ്റെയും ബിയുടെയും ലാപ്പ് അങ്ങനെ ഇത് ലാസ്റ്റ് ലാപ്പാണ്. അത് തീർന്നു. ഞാൻ തുടക്കം വീഡിയോ എടുക്കണോണ്ട് ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്കൊരു 2 ലാപ്പും കൂടി എക്സ്ട്രാ അല്ല, അത്ര ഞാൻ സ്ലോയിലാണ് വന്നത്. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കണോണ്ട് ഞാൻ നൈസായിട്ട് നിർത്തണേ. ഒരു ലാപ്പും കൂടി അടിച്ചിട്ട് നിർത്തണേ. അപ്പോൾ 2 ലാപ്പ് നമുക്ക് ഇവിടെ ബാലനും പിയുനും കൂടി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് വേണമെങ്കിൽ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് മതിയായി ഒരു 5 ലാപ്പ് അടിച്ച് മതിയായെന്ന് വെച്ചു. നമുക്ക് അടുത്തത് നമ്മുടെ ഫ്രണ്ട്സിന് വേണമെങ്കിൽ സ്പ്ലിറ്റപ്പ് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ അവർക്ക് ഓടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനങ്ങനെ ബാലിനും പിയുനും കൂടി ഓരോന്നോരോന്ന് വെച്ച് സ്പ്ലിറ്റ് ചെയ്യാമെന്ന് വെച്ചിരിക്കണതാണ്. അപ്പോൾ ഞാനിത് ഈ ലാപ്പ് അടിച്ച് കഴിഞ്ഞാൽ നേരെ നിർത്തലാണ്. സംഭവം എന്തായാലും പൊളി അടിപൊളി. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ബ്രോയുടെ പേരെന്താ? ഓക്കെ, ആൽഫ്രഡ്. ഞങ്ങളുടെ ബിഗിനേഴ്സാണ്. ഫ്രാക്ചർ എന്ന് പറഞ്ഞിട്ട് വ്ളോഗിൻ്റെ പേര്. ബട്ട് ഈ സംഭവം 2 ലാപ്പും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബാലനും പിയും കൂടി ഷെയർ ചെയ്യണേ. പൊളി.
സശേനെ അവിടെ ഇട്ടേക്കണ കേട്ടോ. നമ്മൾ പിന്നെ ഇറക്കിയില്ല, അവരിറക്കിക്കോന്ന് പറഞ്ഞു. പക്ഷേ നമ്മ ഇറക്കാനുള്ള അവളുടെ ആളെന്താന്നോ. സച്ചാ പോണോക്കി സച്ചാ ബാലിൻ്റെ വിഷമം തീർന്നു. ബല എങ്ങനെയുണ്ടാ? അടിപൊളി. ആ തുടക്കം മാത്രം ചെറിയൊരു പേടിയുണ്ടായി അല്ലേ, മറിയോ എന്നുള്ളത്. പൊളി പൊളി. അവിടെ ഈ സച്ചക്ക് നമ്മതേ വെള്ളം കൊടുക്കണുണ്ടോ. ദാഹിച്ച അവളുടെ കിളി പറന്നിരിക്കുന്നു. നമ്മതേ വെള്ളം കൊടുക്കൊണ്ടിരിക്കുന്നു. ഡീഹൈഡ്രേഷൻ. ബാല ഇതെങ്ങനെ ഉണ്ടായി സ്പീഡ് വേ? അടിപൊളിയല്ലേ, പറഞ്ഞില്ലേ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം എല്ലാവരും. എക്സ്പീരിയൻസ് സ്പീഡ് വേ അത് തൃശ്ശൂർ എക്സ്പീരിയൻസ് ചെയ്യണോണ്ട്. യെസ്, എന്നാലേ ഔട്ട്ഡോർ മോഡ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇൻഡോർ എന്നുള്ള സീനേ കിട്ടുള്ളൂ. അപ്പോൾ ബഡീസ് നമ്മുടെ റൈഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്, ഞങ്ങൾക്ക് 3 പേർക്ക് ഇഷ്ടപ്പെട്ട്. അടിപൊളി സ്പീഡ് വേ കൊള്ളാം. ഗോകർണം നമ്മൾ ഒരു 5-6 പേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പൊളിയാണ്. ഇപ്പോൾ 2-3 വണ്ടി കംപ്ലൈൻ്റ് ആണ്, എന്നാലും സീനില്ല. ഒരു 5-6 പേരായിട്ടൊക്കെ വന്നാൽ വെറുതെ മൂടാണ്. ഇങ്ങനെ അല്ലേ നോക്കി ലാപ്പ് നോക്കി ഇങ്ങനെ ലാപ്പ് അടിക്കാൻ അടിപ്പനായിരിക്കും. പിന്നെ അതേ സശേന നമ്മൾ കൊണ്ടുപോയില്ല, അതിൻ്റെ ഒരു പൊളിയുണ്ട്. ഡി നോക്കിക്കണേ, തനിക്ക് ഓടിക്കാൻ പറ്റുമോ? ഓടിക്കാൻ പറ്റുമോ എനിക്ക്? നോക്കിക്കണേ അങ്ങോട്ട്. അവിടെ ഈ സംഭവം പൊളിയാണ്. നമ്മൾ പിന്നെ സ്പീഡ് വേ തൃശ്ശൂരാണെങ്കിൽ നമുക്ക് ഈ ഔട്ട്ഡോർ ട്രാക്ക് കിട്ടുള്ളൂ. സ്പീഡ് വേ കൊച്ചിയുമുണ്ട്, പക്ഷേ എന്താണെന്ന് വെച്ചാൽ കൊച്ചിയിൽ ഇൻഡോർ ട്രാക്ക് ആയിരിക്കുള്ളൂ. തൃശ്ശൂരാണെങ്കിൽ നമുക്ക് ഔട്ട്ഡോർ ട്രാക്ക് കിട്ടും. പിന്നെ ഇൻഡോർ നമുക്ക് സശേന കയറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ കൊച്ചിയിൽ പോകാഞ്ഞാൽ. ഔട്ട്ഡോർ ആകുമ്പോൾ നമുക്ക് സശേന കൊണ്ടുവരാം. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ തൃശ്ശൂർ വരെ വന്നത്. എന്നാലും അത് വേർത്തിട്ടാണ്. അടിപൊളി തൃശ്ശൂർ സ്പീഡ് വേ കൊള്ളാം, അടിപൊളി. ബാല ഇഷ്ടപ്പെട്ടാ? അടിപൊളി പൊളി. പൊളി. പൊളിമൂട് അമ്പാടിയല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ജസ്റ്റ് കമൻറ്റും ചെയ്യുക, ആ ബെല്ലൈക്കണം ഒന്ന് ക്ലിക്ക് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.